മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, 15 നോമ്പിന്റെ ഒരുക്കമായിട്ട് 7-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുമ്പോൾ സ്വാതന്ത്ര്യം ജീവിച്ച് കാണിച്ച പരിശുദ്ധ അമ്മയെ പറ്റിയാണ് ഇന്ന് ധ്യാനിക്കുക. മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി, ജീവന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ദൈവം തയ്യാറാക്കിയ പദ്ധതിയോട്, ദൈവഹിതത്തോട് സഹകരിച്ചുകൊണ്ട് ദൈവിക ജീവന് വേണ്ടി നിലകൊണ്ടവളാണ് പരിശുദ്ധ അമ്മ. നന്മ തിരഞ്ഞെടുത്ത അമ്മയുടെ ജീവനിലാണ് മനുഷ്യാവതാരം നടക്കുക. ജീവൻ തിരഞ്ഞെടുക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. തന്റെ ജീവിത പരിമിതികൾക്കിടയിലും എലിസബത്തിനെ സന്ദർശിക്കുന്നതും സഹായിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ സ്വാതന്ത്ര്യം പ്രകടമാകുന്നു. ജീവന്റെ അപ്പത്തെ ശത്രുവിൽ നിന്ന് രക്ഷിക്കുവാൻ അന്യനാട്ടിൽ അഭയം തേടുന്നത് മാതാവിന്റെ ജീവനോടുള്ള പ്രതിബദ്ധത സൂചിപ്പിക്കുന്നു. നന്മ ചെയ്യുമ്പോൾ, ജീവൻ തിരഞ്ഞെടുക്കുമ്പോൾ നാം എല്ലാവരും ജീവന്റെ അപ്പമായി മാറുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ തകരുന്ന ഒരു കുടുംബത്തിൽ അമ്മയുടെ സാന്നിധ്യം ഒരു സാന്ത്വനമായും സൗഖ്യമായും മാറുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം അടുക്കള മുറ്റത്ത് അരങ്ങേറിയതിന്റെ പിന്നിൽ മാതാവിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പരിപൂർണ പ്രകാശം പ്രഭ വിതറുന്നു. നമ്മൾ സ്വതന്ത്രരായാൽ ഒരുപാട് ജീവിതങ്ങൾക്ക്, തകരുന്ന കുടുംബങ്ങൾക്ക് സാന്ത്വനമേകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. സൗഖ്യം പകരുവാൻ നമുക്ക് കഴിയും. സ്വാതന്ത്ര്യം ശരിയായി ഉപയോഗിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ മനസ്സായാൽ നന്മ ചെയ്യുവാനും അതുവഴി തിരഞ്ഞെടുക്കപ്പെടുവാൻ തയ്യാറായാൽ ആയിരിക്കുന്ന സ്ഥലത്ത് അനുഗ്രഹത്തിന്റെ അഗ്നിനാളമായി പടരുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ദൈവരാജ്യം ഇവിടെ വ്യാപൃതമാകുകയും ചെയ്യും. സ്വാതന്ത്ര്യമുള്ളിടത്ത് സന്തോഷമുണ്ടാകും. ഭാരതത്തിന്റെ മക്കൾ എന്ന നിലയിലും ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിലും ജീവൻ തിരഞ്ഞെടുത്താൽ ഭാരതത്തിൽ ദൈവരാജ്യത്തിന്റെ പ്രചോദകരും പ്രവാചകരുമായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. സ്വാതന്ത്ര്യത്തിന്റെ ദുർവിനിയോഗമാണ് സഭയുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്നത്. ജീവനുള്ളവരും ജീവൻ തിരഞ്ഞെടുക്കുന്നവരുമായി നന്മ ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യമുള്ളവരായി ജീവിക്കുക. നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരായി മാറുന്നു. അവൻ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. സ്നേഹം നിറഞ്ഞവരെ, ദൈവിക പദ്ധതികളെ സ്വാതന്ത്ര്യത്തോടെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. പരിശുദ്ധ അമ്മ സ്വാതന്ത്ര്യത്തോടുകൂടി തന്റെ ജീവിതത്തിൽ ദൈവഹിതത്തോട് പൂർണ്ണമായി സമ്മതിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം.